ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വലിയ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോയിരിക്കാം. നോർവേ വടക്കിഴക്കൻ യൂറോപ്പിന്റെ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് നോർവേ എന്ന രാജ്യം. ആ രാജ്യം ഒരുപാട് ഗുണങ്ങളാൽ ദൈവം അനുഗ്രഹിച്ചപ്പോഴും പ്രതിസന്ധികൾ ഏറെ ആയിരുന്നു. പാതിരാ സൂര്യന്റെ നാട് എന്ന് ലോകത്തിന് മുന്നിൽ പ്രസിദ്ധി നേടിയപ്പോഴും എന്താ പറയുക, പ്രതിസന്ധികൾ ആ രാജ്യത്തെ തേടിയെത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 55,59,000 അവിടുത്തെ ബർത്ത് റേറ്റ് കുറവാണ്. ആ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയാണ്. അവിടുത്തെ ആവറേജ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 0.68 ആണ്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കൂടാതെ കടലിടുക്കിലും പർവ്വത നിരകളാലും സമ്പന്നമായ രാജ്യം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും എല്ലാം മികച്ച രീതിയിൽ നിൽക്കുന്ന രാജ്യം. ആ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും പുറത്തു നിന്നുള്ളവരാണ്, അതായത് വിദേശത്തു നിന്ന് വന്നവരാണ്, ഫോറിനേഴ്സ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം. ഇങ്ങനെ പ്രതിസന്ധികൾ ഫേസ് ചെയ്യുമ്പോഴും പാതിരാസൂര്യന്റെ നാട് ഒരിക്കലും ഫുട്ബോൾ ലോകത്തിന് സംഭാവനകൾ നൽകുന്നതിൽ, അവരുടെ പേര് കൊത്തിവെക്കപ്പെടുന്നതിൽ വിമുഖത കാണിച്ചിട്ടില്ല. വാലും ചുരുട്ടി അയ്യോ പ്രതിസന്ധി, അയ്യോ അൺസർട്ടനിറ്റി എന്നും പറഞ്ഞ ആ രാജ്യം ഇരുന്നിട്ടില്ല. കണ്ട് പഠിക്കണം ഇവിടെ പലരും. ഞാൻ പറഞ്ഞു വന്നത് 3 വേൾഡ് കപ്പാണ് അവരുടെ നോർവേജിയൻ ഫുട്ബോൾ ടീം കളിച്ചിരിക്കുന്നത്. 3 വേൾഡ് കപ്പ്. അതിൽ ചില മിന്നലാട്ടങ്ങൾ അവർ കാണിച്ചിട്ടുമുണ്ട്. 1998 വേൾഡ് കപ്പിൽ ബ്രസീല്, അതായത് സാക്ഷാൽ റൊണാൾഡോ ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളടങ്ങിയ ബ്രസീലിനെ 2-1 വീഴ്ത്തിയ ചരിത്രമുണ്ട് നോർവേയുടെ പൂർവികർക്ക്. അപ്പോഴും അവർ എങ്ങോട്ടോ മറയുന്നു എന്ന് തോന്നിപ്പിച്ചു. നോർവേജിയൻ ഫുട്ബോൾ അസ്തമിക്കുന്നു എന്ന് കരുതുന്നു എന്ന് വിചാരിച്ച് എടുത്തുന്ന എർലിംഗ് ഹാലൻഡ് എന്ന ഇന്ന് ലോക ഫുട്ബോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇതിഹാസം നയിച്ചുകൊണ്ട് കൂടാതെ മറ്റു ചില ഇതിഹാസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങി. 2025 അവർ അവസാനിപ്പിച്ചത് ഞങ്ങളുമുണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിന് എന്നതായിരുന്നു. വെറും 3 വേൾഡ് കപ്പ് കളിച്ചിട്ട് ആ ഒരു രാജ്യം മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ചുവെങ്കിൽ ഇത്തവണ മിന്നലാട്ടത്തിന് മാത്രമല്ല മറ്റു ചിലതിനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് എർലിംഗ് ഹാലൻഡും സംഘവും വിളിച്ചു പറയുകയായിരുന്നു ലോകത്തിന് മുന്നിൽ. യുഎഫ ചാമ്പ്യൻസ് ലീഗ് എന്ന യൂറോപ്യൻ ഫുട്ബോൾ വേദി, ലോകത്തിന്റെ മഹാ ഫുട്ബോൾ വേദി, അവിടേക്ക് നോർവേ പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരു ടീം എത്തി. യെസ്, ബോഡോ ഗ്ലിറ്റ്. അപ്പോൾ ലോകം ഒന്നടങ്കം പറഞ്ഞു, ഇവന്മാരെ കൊണ്ടൊന്നും നടക്കില്ല, ഇവന്മാരൊക്കെ ആദ്യം തന്നെ പോകാനുള്ള പോക്കാണ്, ഇവന്മാരൊക്കെ അടി കൊണ്ട് ചുരുളുക തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെ പറഞ്ഞവരുടെ വായും പൊളിച്ച് നിൽക്കെ അവരുടെ ജൈത്രയാത്രയാണ് കണ്ടത്. ഇനി അങ്ങനെ ജൈത്രയാത്ര കണ്ടവർ ലീഗ് ഘട്ടവും മറികടന്നപ്പോൾ ചിലർ പറഞ്ഞു അതവന്മാര് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി എത്തിയതാണ്. അങ്ങനെ പറഞ്ഞവർ ചില കണക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. കഴിഞ്ഞ നവംബർ 30 ശേഷം അവർ മര്യാദയ്ക്ക് ഒരു മത്സരം പോലും മത്സരങ്ങൾ കളിച്ചിട്ടില്ല. കാരണം നോർവേയിലെ അതിശൈത്യം, വിന്റർ ആകുമ്പോൾ അവിടുത്തെ മത്സരങ്ങൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഡിസംബറിൽ അവർക്ക് മത്സരങ്ങൾ കളിക്കാൻ പറ്റാതില്ല. ജനുവരിയിലാണ് അവർ മത്സരങ്ങൾ കളിച്ചു തുടങ്ങിയത്. 2026 കളിച്ച 4 മത്സരങ്ങൾ അത് നോക്കുക. സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ, അതും എർലിംഗ് ഹാലൻഡ് എന്ന അവരുടെ ഇതിഹാസ താരം കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ 3-1 കീഴടക്കുന്നു. പിന്നീട് ഇന്റർ മിലാന്, കഴിഞ്ഞ വർഷത്തെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റുകൾ, ഇറ്റാലിയൻ കരുത്തർ, ഇറ്റാലിയൻ ഇതിഹാസ ക്ലബ്ബ് സാക്ഷാൽ ഇന്റർ മിലാനെ കഴിഞ്ഞ ആഴ്ച നടന്ന മത്സരത്തിൽ 3-1 ഇന്നലെ നടന്ന മത്സരത്തിൽ 2-1 കീഴടക്കിക്കൊണ്ട് അഗ്രിഗേറ്റ് 5-2 അവർ യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു പോയിരിക്കുന്നു. വമ്പന്മാരെ മുക്കിക്കൊല്ലുകയാണ് ഇന്ന്. സാൻസറിയിൽ വെച്ചായിരുന്നു ആ മുക്കിക്കൊല്ലൽ. വമ്പന്മാരെ പോലും മുക്കിക്കൊന്നുകൊണ്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ് നോർവേജിയൻ കരുത്തർ. നോർവേജിയൻ കടലിൽ വെച്ച് തന്നെ ആ യാത്ര അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ ആ നോർവേജിയൻ കടൽ ഇടുക്കിൽ ഒരു സുനാമി രൂപപ്പെട്ടിരിക്കുന്നു. കാലമേ, ഫുട്ബോൾ ലോകത്തിന്റെ ചരിത്ര പുസ്തകങ്ങളെ സ്വർണ്ണ ലിപികളാൽ പുതിയ ചരിത്രം എഴുതി ചേർത്തുകൊള്ളൂ. അത്
ഒരു നോർവേജിയൻ കടലിടുക്കിൽ നിന്ന് ഫുട്ബോൾ ലോകത്ത് പലതും എഴുതി കുറിക്കുവാനായി തങ്ങളുടെ പേര് കൊത്തിവെക്കുവാനായി ചില നാവികർ പുറപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോ വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.